ക്രമക്കേട് തന്നെ. പ്രവാണിമാരെയും മൂപ്പന്മാരെയും അറിയിച്ച് വിധി കേൾക്ക തന്നെ കല്ലെറിഞ്ഞു കൊല്ലണം. എനിക്കറിയാം നീ പാവമാണ്. നിനക്കത് കഴിയില്ലെങ്കിൽ ഉപായത്തിലങ്ങ് ഉപേക്ഷിച്ചേക്കും. ഇത് ശരിയാവില്ല. ഞാൻ മനുഷ്യരോട് എന്ത് പറയും? ചാർച്ചക്കാരുടെ മുഖത്തെങ്ങനെ നോക്കും? കൂട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഞാൻ എന്തു ചെയ്യും? മറിയ അവൾ സുന്ദരിയാണ്. ഞാൻ ഉപേക്ഷിച്ചാൽ അതവളെങ്ങനെ താങ്ങും? ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നു. എന്താണ് ചെയ്യുക? തലയ്ക്ക് വല്ലാത്ത ഭാരം. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണം! ഇനി ഒന്നേയുള്ള മാർഗം. മറിയയെ മറന്ന് മറ്റെവിടെയെങ്കിലും പോയേക്കാം. അത്യാവശ്യം നല്ല തച്ചനാണ്. പണി കണ്ടെത്തുക പ്രയാസകരമാവില്ലായിരിക്കാം. ദാവീദിന്റെ മകനായ ജോസഫ്, നിന്റെ ഭാര്യയായി പറഞ്ഞിരിക്കുന്ന മറിയത്തെ ചേർത്തുകൊള്ളുന്നതിൽ നിനക്ക് സംശയം വേണ്ട. അവളുടെ ഉദരഫലം പരിശുദ്ധാത്മാവിനാലാകും. കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിക്കേണ്ടിയിരിക്കുന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. രാജകൽപ്പന പ്രകാരം ജന്മനാട്ടിൽ പോയി വേർവഴി ചാർത്തേണ്ടിയിരിക്കുന്നു. ഞാൻ മറിയത്തെയും കൂട്ടി ബെത്ലഹേമിലേക്ക് പോകും. നമുക്ക് വിശ്രമിക്കാൻ ഇട നടത്തണം. വല്ലാത്ത തണുപ്പ്. ഒട്ടും വയ്യ. ദയവായി നീ നടക്കാൻ എന്നെ നിർബന്ധിക്കില്ലേ? എനിക്കറിയാനിട്ടല്ല. എല്ലാ സത്രവും വഴിയമ്പലവും കയറി ഇറങ്ങി. ജനം വല്ലാത്ത തിക്കും തിരക്കും. ഒരിടം എങ്ങുമില്ല. ദൈവമേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതൊരു പെരുവഴിയാണ്. വയ്യ, എനിക്കിത് നടക്കാൻ വയ്യ. ഞാൻ തളർന്നു പോകുന്ന പോലെ വയ്യ. വേദന സഹിക്കാൻ വയ്യ. പറഞ്ഞാൽ കേൾക്കാത്തതിന്റെ നീ അനുഭവിക്കുക. ഇനിയും വൈകിട്ടില്ല. നീ അവളെ ഉപേക്ഷിച്ച് കടന്നു കളയ. ജോസഫ്, ദാ അവിടെ ഒരു പശുത്തൊഴുത്ത് കാണുന്നില്ലേ? വേഗം മറിയത്തെ കൂട്ടി അവിടേക്ക് പോകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഭയപ്പെടേണ്ട. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾ അടയാളമായി ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ അമ്മ മറിയോടുകൂടെ കാണും. വരുന്നുണ്ട്. ഇവനെ കൊണ്ട് എന്തുപയോഗം? ഇത് ബെത്ലഹേം.
കിഴക്ക് കണ്ട നക്ഷത്രം ലാക്കാക്കി നമ്മൾ ഇവിടെ വരെ വന്നിരിക്കുന്നു. നക്ഷത്രത്തിന്റെ ചലനം ഇവിടെ നിലച്ചിരിക്കുന്നു. വരുന്ന വഴി ഹെറോദാവിന്റെ രാജകൊട്ടാരത്തിൽ കയറിയത് നന്നായി. നമ്മൾ വിചാരിച്ചത് തന്നെ അല്ല. അവിടെ കണ്ട മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പറഞ്ഞത് സത്യം. പ്രവാചകന്മാർ മുഖാന്തരം എത്രയോ മുമ്പേ ഈ ശിശുവിന്റെ ജനനം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇത് യുക്തികൾക്ക് അതീതമായ ദൈവശക്തിയാണ്. നമുക്ക് ശിശുവിനെ കണ്ടിട്ട് ആ വഴി തന്നെ മടങ്ങാം. കൊട്ടാരത്തിൽ കയറി ഈ വർത്തമാനം രാജാവിനെയും അറിയിക്കും. മഹാഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നു. ശിശുവിന്റെ ജനനസ്ഥലത്തെ രാജാവിനെ കട്ടിക്കൊടുത്താൽ ദാനശീലനായ രാജാവ് ഒട്ടേറെ സമ്മാനങ്ങൾ തരും. ആ രാജാവ് ശിശുവിനെ പറ്റി കേട്ട് ഭയന്നിരുന്നു. ഒരുപക്ഷെ അടുത്ത അവകാശിയായി അവനെ കണ്ട് കൊന്നുകളയാനും മതി. അതിനാൽ അത് വേണ്ട. എനിക്കും അത് ശരിയെന്ന് തോന്നി. നമുക്ക് വേറെ വഴിയെ മടങ്ങാം. അതാ ആ നക്ഷത്രം വശത്തൊട്ടിന് മുകളിൽ പ്രഭ ചൊരിയുന്നു. മലാഖമാരുടെ സംഗീതവുമുണ്ട്. വരൂ, നമുക്ക് ശിശുവിനെ വണങ്ങി കാഴ്ച കാണിക്കാം. രാജാവിൻ രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മലർവീതിയൊരുക്കി മാലാഖമാർ പുൽമെത്ത വിരിച്ചു ഇടയന്മാർ. രാജാവിൻ രാജാവെഴുന്നള്ളുന്നു. ദൈവപ്രഭയിൽ അശക്തനായ പിശാച് ഭൂമിയിൽ പുതിയ തന്ത്രങ്ങളുമായി എന്നും അലഞ്ഞു നടക്കുന്നു. നമുക്ക് കരുതിയിരിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കന്യാമറിയത്തിൻ പുണ്യപുഷ്പം കൈവല്യരൂപനായി അവതരിച്ചു. കന്യാമറിയത്തിൻ പുണ്യപുഷ്പം കൈവല്യരൂപനായി അവതരിച്ചു. കാലിത്തൊഴുത്തിലെ കൂരിരുട്ടിൽ കാലത്തിൻ സ്വപ്നം തിളങ്ങിയല്ലോ. കാലിത്തൊഴുത്തിലെ കൂരിരുട്ടിൽ കാലത്തിൻ സ്വപ്നം തിളങ്ങിയല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാജാവിൻ രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മലർവീതിയൊരുക്കി മാലാഖമാർ പുൽമെത്ത വിരിച്ചു ഇടയന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കിഴക്ക് നിന്നെത്തിയ രാജാക്കന്മാർ കുഞ്ഞിളം പാദങ്ങൾ തൊഴുതു നിന്നു. കിഴക്കു നിന്നെത്തിയ രാജാക്കന്മാർ കുഞ്ഞിളം പാദങ്ങൾ തൊഴുതു നിന്നു. കുന്തിരിക്കം കാഴ്ച കൊണ്ടുവന്നു, മീറയും സ്വർണവും കൊണ്ടുവന്നു. കുന്തിരിക്കം കാഴ്ച കൊണ്ടുവന്നു, മീറയും സ്വർണവും കൊണ്ടുവന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
മലർവീതിയൊരുക്കി മാലാഖമാ പുൽമെത്ത വിരിച്ചു